ഇന്നത്തെ ക്ലാസ്സിൽ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ദ ടിഷ്യൂ സിസ്റ്റം നമ്മൾ ഇതുവരെ ദ പെർമനന്റ് ടിഷ്യൂസ് കോംപ്ലക്സ്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് കണ്ടു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ സിസ്റ്റം എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ സിസ്റ്റം പ്രസന്റ് ഇൻ ദ പ്ലാന്റ് പാർട്സ്. See here, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഏത് തരത്തിലുള്ള സെൽസ് ആണ് അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത് എന്നനുസരിച്ചാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസിനെ പഠിച്ചത് അല്ലേ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂല് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. അപ്പൊ ആ ഓരോ സെല്ലിന്റെ നേച്ചർ വെച്ചിട്ടാണ് അത് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ എന്നും അതേപോലെ സൈലം ഫ്ലോയും എന്നൊക്കെ പറഞ്ഞത്. ഇനി ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇനി ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഓരോ ടിഷ്യൂവിന്റെ ലൊക്കേഷൻ അനുസരിച്ച് അവരുടെ ഫംഗ്ഷൻ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഹൗ ടിഷ്യൂസ് വേരി ഡിപ്പെൻഡിങ് ഓൺ ദയർ ലൊക്കേഷൻ ഇൻ ദ പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡിയിൽ ടിഷ്യൂവിന്റെ ലൊക്കേഷൻ അനുസരിച്ച് അതെങ്ങനെ വേരി ചെയ്യുന്നു, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ, അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ടിഷ്യൂ സിസ്റ്റത്തിൽ അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും. അതായത് ഏറ്റവും പുറത്ത് കാണുന്നതാണെങ്കിൽ അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതായിരിക്കും. അതേപോലെ തന്നെ അത് ഏറ്റവും സെന്ററിൽ സൈലോം ഫ്ലോയോ ആണെങ്കിൽ അതിന്റെ കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതായത് വാട്ടർ കണ്ടക്ഷനും മിനറൽ കണ്ടക്ഷനും അതേപോലെ തന്നെ ഫോട്ടോസിന്തേറ്റിന്റെ കണ്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ ലൊക്കേഷൻ അനുസരിച്ച് അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ വരുന്നത് കേട്ടോ. ഇനി അതിന്റെ സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ പലതരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് 3 തരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റം ആയിട്ടാണ് ആ ലൊക്കേഷനും സ്ട്രക്ചറുമായിട്ട് അനുസരിച്ച് പ്ലാന്റ് ടിഷ്യൂസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 3 തരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റം ആണ് ഉള്ളത്. അത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം, അതുപോലെ വാസ്കുലാർ അല്ലെങ്കിൽ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം. ഇങ്ങനെ 3 തരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റംസ് ആണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഈ എപ്പിഡെർമിസിനെയാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെയർ ആണ്. ഇതിനകത്തുനിന്ന് എന്തൊക്കെ അപ്പൻഡേജസ് ഉണ്ടോ, അതായത് എന്തൊക്കെ എക്സ്റ്റൻഷൻ ഉണ്ടോ, അതേപോലെ ഇതിനകത്ത് എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ, അതൊക്കെ ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരും. ഇനി ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഈ എപ്പിഡെർമിസും സൈലവും ഫ്ലോയവും അല്ലാത്ത ബാക്കി എല്ലാം ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നതാണ്. അതായത് അതിന്റെ കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, അതേപോലെ തന്നെ അതിന്റെ പിത്ത് റീജിയൻ, മെഡുലറി റേസ്, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നതാണ്. പിന്നെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, സൈലോം ഫ്ലോയോ. അപ്പൊ സൈലോം ഫ്ലോയും എപ്പിഡെർമിസും ഒഴികെ ബാക്കി എല്ലാ ടിഷ്യൂസും ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ടിഷ്യൂ സിസ്റ്റം ഒന്ന് വായിച്ചു നോക്കാം. വി വർ ഡിസ്കസിംഗ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് സെൽസ് പ്രസന്റ്. ലെറ്റ് us now consider how tissues vary depending on their location in the plant body. Their structure and function would also be dependent on location. On the basis of their structure and location, there are 3 types of tissue systems. These are the epidermal tissue system, the ground or fundamental tissue system, and the vascular or conducting tissue system. ഇനി നമുക്ക് ഫസ്റ്റ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം നോക്കാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ ഹോൾ പ്ലാന്റ് ബോഡിയാണ്. എല്ലാ പ്ലാന്റ് പാർട്സും, അത് റൂട്ട് ആയിക്കോട്ടെ, സ്റ്റെം ആയിക്കോട്ടെ, ലീഫ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, പ്ലാന്റ് ബോഡിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് കവറിങ്ങിന് നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ എപ്പിഡെർമൽ സെൽസ് ഉണ്ടാവും. എപ്പിഡെർമൽ സെൽസ് എലോങ്ങേറ്റഡ് സെൽസ് ആയിരിക്കും, കമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആയിരിക്കും. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല, കാരണം അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റൊമേറ്റ ഉണ്ടാവും. സ്റ്റൊമേറ്റ ലീവ്സിൽ സ്റ്റൊമേറ്റ ഉണ്ടാവും എപ്പിഡെർമൽ ടിഷ്യൂല്. അതേപോലെ തന്നെ എപ്പിഡെർമൽ അപ്പൻഡേജസ് കാണും. എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസിന്ന് കാണുന്ന എക്സ്റ്റൻഷൻ, അത് ട്രൈക്കോം ആവാം. ട്രൈക്കോം എന്ന് പറഞ്ഞാൽ സ്റ്റെം ഹെയർ ആണ്. സ്റ്റെമ്മിന്റെ എപ്പിഡെർമിസിന്ന് കാണുന്ന മൾട്ടി സെല്ലാർ എക്സ്റ്റൻഷൻ ആണ് ട്രൈക്കോം എന്ന് പറയുന്നത്. ട്രാൻസ്പിരേഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിന് കുറച്ച് സെക്രീഷൻസ് ഒക്കെ ഉണ്ട്, അതാണ് അതിന്റെ ഫംഗ്ഷൻ.
ഇനി റൂട്ടിന്റെ എപ്പിഡെർമിസിൽ നിന്ന് ഉള്ള എലോങ്ങേഷൻ ആണ് റൂട്ട് ഹെയർ. അതാണ് ഇവിടെ ഹെയർസ് എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എപ്പിഡെർമൽ സെൽസ് തന്നെ എലോങ്ങേറ്റ് ചെയ്ത് നിൽക്കുന്ന ആയതുകൊണ്ട് അത് സിംഗിൾ സെല്ലുലാർ സ്ട്രക്ചർ ആണ്, മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ അല്ല. ഇനി എപ്പിഡെർമിസ് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ പ്ലാന്റ് ബോഡിയുടെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് എലോങ്ങേറ്റഡ് കമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് കൊണ്ടാണ്, അറേഞ്ച്ഡ് സെൽസ് ഓഫ് ദ എപ്പിഡെർമിസ്. അതൊരു കണ്ടിന്യൂസ് ലെയർ ഫോം ചെയ്യും. കണ്ടോ, ഇതിന്റെ ഇടയിൽ എവിടെയും ഗ്യാപ്പില്ല, ഒരു കണ്ടിന്യൂസ് ലെയർ ആണ് അത് ഫോം ചെയ്യുന്നത്. എപ്പിഡെർമിസ് സാധാരണയായിട്ട് സിംഗിൾ ലെയർഡ് ആയിരിക്കും, ഒറ്റ ലെയർ മാത്രമേ കാണുള്ളൂ. എപ്പിഡെർമൽ സെൽസ് പാരൻകൈമാറ്റ സെൽസ് ആയിരിക്കും. വളരെ കുറച്ച് സൈറ്റോപ്ലാസം മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്തിട്ട് സെൽ വോളും കാണും, അതേപോലെ ഒരു ലാർജ് വലിയ വാക്യൂളും കാണും കേട്ടോ. അപ്പോൾ എപ്പിഡെർമൽ സെൽസ് പാരൻകൈമാറ്റസ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വളരെ കുറച്ച് എമൗണ്ട് സൈറ്റോപ്ലാസം മാത്രമേ ഉള്ളൂ. അതിനെ കവർ ചെയ്തിട്ട് സെൽ വോളും ഉണ്ടാവും, വലിയ വാക്യൂളും ഉണ്ടാവും. അതേപോലെ തന്നെ എപ്പിഡെർമിസിന്റെ പുറത്തായിട്ട് സാധാരണ അതിനെ കവർ ചെയ്തിട്ട് ഒരു വാക്സി തിക്ക് ലെയർ കാണാറുണ്ട്. അത് നമ്മൾ ക്യൂട്ടിക്കിൾ എന്നാണ് പറയുന്നത്. കണ്ടോ, ഒരു ഓയിലി ലെയർ ആണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്യൂട്ടിക്കിൾ റൂട്ടിൽ ആബ്സെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്യൂട്ടിക്കിള് റൂട്ടിൽ ആബ്സെന്റ് ആണ്. റൂട്ടിൽ ഈ പറയുന്ന വാക്സി കോട്ടിംഗ് ലെയർ ഉണ്ടാവാറില്ല. സ്റ്റൊമേറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ലീവ്സിന്റെ എപ്പിഡെർമിസിൽ കാണുന്നതാണ്, ലീഫിന്റെ എപ്പിഡെർമിസിൽ കാണുന്നതാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമേറ്റ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പിരേഷനും അതുപോലെ ഗേഷ്യസ് എക്സ്ചേഞ്ചിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് സ്റ്റൊമേറ്റയാണ്. അതായത് സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്തിട്ടാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പിരേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്പിരേഷൻ പ്രോസസ്സ് റൂട്ടിൽ നിന്ന്, അത് സോയിലിൽ നിന്ന് റൂട്ട് വഴി വെള്ളം അബ്സോർബ് ചെയ്യാൻ, വെള്ളത്തിനെ പുള്ളി ചെയ്ത് വെള്ളത്തിനെ വലിച്ച് മുകളിലേക്ക് കയറ്റാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ വലിയ വലിയ ട്രീസിലൊക്കെ ഏറ്റവും അറ്റം വരെ വെള്ളം എത്തുന്നതിന് മേജർ ആയിട്ടുള്ള റീസൺ അതിൻ്റെയൊക്കെ തുമ്പത്തിരിക്കുന്ന ലീഫ് ഒരു സക്കിംഗ് പ്രഷർ, ഒരു നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അതായത് ഒരു സക്കിംഗ് ഫോഴ്സ് ഉണ്ടാക്കും. അതായത് സ്റ്റൊമേറ്റോ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഗാർഡ് സെല്ല് വെള്ളം വലിച്ചെടുത്ത് ആ സ്റ്റൊമേറ്റോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം പുറത്തേക്ക് വിടും. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ വാട്ടർ ലോസ് ഉണ്ടാവും. വാട്ടർ ലോസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വെള്ളം വലിച്ച് മേലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടും കൂടി അത് സഹായിക്കുന്നതുകൊണ്ട് ട്രാൻസ്പിരേഷൻ ഒരു പരിധിവരെ പ്ലാന്റ്സിന് യൂസ്ഫുള്ളുമാണ്, അത് ഹാംഫുള്ളുമാണ്. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് ഉണങ്ങി പോകാൻ കാരണമാവും. അതേപോലെ തന്നെ ട്രാൻസ്പിരേഷൻ എന്ന പ്രോസസ്സ് ഇല്ല എങ്കിൽ ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സിലേക്കൊക്കെ വെള്ളം എത്തില്ല എന്ന് ചുരുക്കം. ഈ സ്റ്റൊമേറ്റനെ കവർ ചെയ്തിട്ട് രണ്ട് ബീൻ ഷേപ്ഡ് സെൽസ് ഉണ്ട്. അതിന് നമ്മൾ ഗാർഡ് സെൽ എന്നാ പറയാ. കണ്ടോ, ഇതാണ് ബീൻ ഷേപ്ഡ് സെൽസ് കേട്ടോ. ഇത് ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ ലീഫിലാണ് എപ്പിഡെർമിസിൽ സ്റ്റൊമേറ്റനെ ഗാർഡ് ചെയ്തിട്ട് രണ്ട് ബീൻ ഷേപ്ഡ് സെൽസ് ഉള്ളത്. എപ്പിഡെർമൽ സെൽസിൽ സാധാരണയായിട്ട് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവാറില്ല, പക്ഷെ ഗാർഡ് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ സ്റ്റൊമേറ്റേനെയും രണ്ട് ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ് കവർ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റൊമേറ്റൽ പോറിനെ എൻക്ലോസ് ചെയ്താ നിൽക്കുന്നത്. ഇതാണ് സ്റ്റൊമേറ്റൽ പോർ എന്ന് പറയുന്നത്. സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് ഇതാണ് കേട്ടോ. അപ്പൊ ഇതിന് എൻക്ലോസ് ചെയ്തിട്ടാണ് ഈ ഗാർഡ് സെല്ല് നിൽക്കുന്നത്. ഇത് നേരെ ഗ്രാസിന്റെ കേസിലാണെങ്കിൽ ഈ ഗാർഡ് സെല്ല് പിയർ ഷേപ്ഡ് ഗാർഡ് സെൽ ആവില്ല. ദാറ്റ് വിൽ ബി ഹാവിങ് എ ഡംബെൽ ഷേപ്പ്. ഒരു ഡംബെൽ ഷേപ്പ് ആയിരിക്കും ഇതിന് കാണുന്നുണ്ട്. കണ്ടോ, ഇതാണ് അതിന്റെ ഡംബെൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ടർ വോള്, ഈ ഗാർഡ് സെല്ലിന്റെ ഔട്ടർ വോള്, അതായത് സ്റ്റൊമേറ്റൽ പോറിന്ന് എവേ, അതായത് ഈ ഭാഗം വന്നിട്ട് തിന്നായിട്ടായിരിക്കും കാണുക. അതിന്റെ ഔട്ടർ വോള് തിന്നായിരിക്കും. അതിന്റെ ഇന്നർ വോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് തിക്കും ആയിരിക്കും. കാരണം ഈ ഗാർഡ് സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഗാർഡ് സെല്ല് വീർക്കും. ഗാർഡ് സെല്ല് ഇങ്ങനെ സ്വെല്ലായി കഴിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ, ഇതിൻ്റെതായ ഇന്നർ വോള് തിക്കായതുകൊണ്ട് ഈ ഇങ്ങോട്ടേക്കൊരു പ്രഷർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ എൻലാർജ് ആവും, അത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും എൻലാർജ് ആവുന്നത്. കണ്ടത് ഇങ്ങനെയായിരിക്കും അത് എൻലാർജ് ആവുന്നത്. അതേപോലെ തന്നെ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടായിരിക്കും എൻലാർജ് ആവുന്നത്. അപ്പോൾ ഈ കേസിൽ ഇത് ഇങ്ങോട്ടേക്കും എൻലാർജ് ആവുമ്പോൾ ഇത് നേരെ ബലൂൺ പോലെ ഉള്ളിലേക്ക് വീർക്കില്ല. കാരണം എന്താ, ഇതിന്റെ വോള് തിക്കാണ്. അപ്പൊ എന്താവും, ഇത് പതുക്കെ ഉള്ളിലേക്ക് വലിയും.
ഈ തിൻ സെൽ വോൾ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് ബൾജ് ആവുന്നത്. തിക്ക് സെൽ വോൾ ആയതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷന് ബൾജ് ആവില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു എന്താ പറയുക റൗണ്ട് ഷേപ്പിൽ ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ കിഡ്നി ഷേപ്പിൽ തന്നെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് തള്ളിപ്പോരുള്ളൂ. അപ്പോൾ എന്താവും, ആ സ്റ്റൊമേറ്റൽ പോറ് ഓപ്പൺ ആവും. അത് കഴിഞ്ഞ് ഗാർഡ് സെല്ല് വെള്ളം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഗാർഡ് സെല്ല് നോർമൽ പൊസിഷനിലേക്ക് പോകും, സ്റ്റൊമേറ്റ ക്ലോസ് ആവും. അങ്ങനെയാണ് സ്റ്റൊമേറ്റൽ പോറ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഔട്ടർ തിൻ വോളും ഇന്നർ തിക്ക് വോളും ഉള്ളത് കൊണ്ടാണ് സ്റ്റൊമേറ്റൽ പോറ് ഈസി ആയിട്ട് ഓപ്പൺ ആകുന്ന ഗാർഡ് സെല്ലിന്റെ മൂവ്മെന്റ് അനുസരിച്ച്. ഗാർഡ് സെല്ലിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതേപോലെ ഗാർഡ് സെല്ല് സ്റ്റൊമേറ്റയുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ചില സമയത്ത് ചിലപ്പോൾ ചില എപ്പിഡെർമൽ സെൽസ് ഇൻ ദ വിസിനിറ്റി ഓഫ് ഗാർഡ് സെൽ ബിക്കം സ്പെഷ്യലൈസ്ഡ്. ഗാർഡ് സെല്ലിന്റെ അടുത്ത് നിൽക്കുന്ന എപ്പിഡെർമൽ സെൽസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആയിരിക്കും. കാരണം ഈ ഗാർഡ് സെൽ ഇങ്ങനെ വീർത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് വീർത്ത് വരുമ്പോൾ ഇതിനിരിക്കാനുള്ള സ്ഥലം ഒക്യുപ്പൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ സബ്സിഡിയറി സെല്ല് കുറച്ച് ഫ്ലെക്സിബിൾ ആവും. അതാണ് സബ്സിഡിയറി സെല്ലിന്റെ പ്രത്യേകത കേട്ടോ. സബ്സിഡിയറി സെൽസ് കുറച്ച് സ്പെഷ്യൽ സെൽസ് ആണ്. അത് ഈ സ്റ്റൊമേറ്റൽ പോറിന്റെയും സ്റ്റൊമേറ്റൽ ഗാർഡ് സെൽസിന്റെ ഒക്കെ വിസിനിറ്റിയിൽ അടുത്തായിട്ടിരിക്കുന്നതാണ്. ഗാർഡ് സെല്ല് വീർത്ത് വരുമ്പോൾ ഈ സബ്സിഡിയറി സെല്ല് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അത് കുറച്ച് ഷ്രിങ്ക് ആയി കൊടുക്കും ഗാർഡ് സെല്ലിന് ബൾജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ സബ്സിഡിയറി സെല്ലും സ്റ്റൊമേറ്റൽ അപ്പർച്ചറും ഗാർഡ് സെല്ലും എല്ലാം കൂടി കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ്. അപ്പോൾ സ്റ്റൊമേറ്റൽ അപ്പാരറ്റസിൽ സ്റ്റൊമേറ്റൽ പോറുണ്ട്, ഗാർഡ് സെല്ലുണ്ട്, അതേപോലെ തന്നെ സബ്സിഡിയറി സെൽസ് ഉണ്ട്. ഈ മൂന്നും കൂടി കൂടിയതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. സി ഹിയർ ഈ എപ്പിഡെർമൽ സെൽസ് അതിന്റെ എപ്പിഡെർമൽ സെൽസിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഗാർഡ് സെല്ലിന്റെ അടുത്തായിട്ടിരിക്കുന്നതാണ് ഈ പറയുന്ന സബ്സിഡിയറി സെൽസ്. അത് കഴിഞ്ഞിട്ട് ഗാർഡ് സെല്ലുണ്ട്. ഗാർഡ് സെല്ലിനകത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും, ക്ലോറോപ്ലാസ്റ്റ് കാണാൻ കഴിയും. ക്ലോറോപ്ലാസ്റ്റ് ഗാർഡ് സെല്ലിൽ കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ ഗാർഡ് സെല്ലിൻ്റെ അകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അതേപോലെ സ്റ്റൊമേറ്റൽ പോർ ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് കാണും കേട്ടോ. അപ്പോൾ സബ്സിഡിയറി സെല്ലും ഗാർഡ് സെല്ലും സ്റ്റൊമേറ്റൽ പോറും കൂടി കൂടിയിട്ടാണ് നമ്മൾ സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പഠിക്കാം കേട്ടോ. The epidermal tissue system. Epidermal tissue system forms the outermost covering of the whole plant body and comprise epidermal cells, stomata and epidermal appendages, the trichome and hairs. The epidermis is the outermost layer of the primary plant body. It is made up of elongated, compactly arranged cells which form a continuous layer. Epidermis is usually single layered. Epidermal cells are parenchymatous with a small amount of cytoplasm lining the cell wall and a large vacuole. The outside of the epidermis is often covered with a waxy thick layer called cuticle which prevent the loss of water. Cuticle absent in roots. Stomata are structures present in the epidermis of leaves. Stomata regulate the process of transpiration and gaseous exchange. Each stomata is composed of two bean-shaped cells known as guard cells, which encloses the stomatal pore. In grasses, the guard cells are dumbbell-shaped. The outer wall of the guard cell from the stomatal pore are thin, and the inner wall towards the stomatal pore are highly thickened. The guard cell possesses chloroplast and regulate the opening and closing of stomata. Sometimes a few epidermal cells in the vicinity of the guard cell become specialized in their shape and size and are known as subsidiary cells. The stomatal aperture, guard cell and the surrounding subsidiary cells are together called as stomatal apparatus. അതേപോലെ എപ്പിഡെർമിസ് ലെയറിൽ അതിൻ്റെ അപ്പൻഡേജസ് കാണുന്നു പറഞ്ഞു അല്ലേ. ആ എപ്പിഡെർമൽ സെൽസിൽ കാണുന്ന നമ്പർ ഓഫ് ഹെയർസ് അത് റൂട്ട് ഹെയർസ് ആണ് കേട്ടോ. സാധാരണയായിട്ട് യൂണിസെല്ലുലാർ എലോങ്ങേഷൻ ഓഫ് ദ എപ്പിഡെർമൽ സെൽസ് ആണ് ഈ റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. അത് വാട്ടറിന്റെ മിനറലിന്റെ അബ്സോർപ്ഷൻ സോയിലിൽ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട്, അതായത് സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സർഫസ് ഏരിയ കൂട്ടി കൂടുതൽ സർഫസിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എപ്പിഡെർമൽ സെല്ല് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സിംഗിൾ സെല്ലുലാർ റൂട്ട് ഹെയർ ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. സർഫസ് ഏരിയ കൂട്ടി മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് എടുക്കാൻ വേണ്ടിയിട്ട്.
അതേപോലെ സ്റ്റെമ്മിൽ എപ്പിഡെർമൽ ഹെയർസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന എപ്പിഡെർമൽ ഹെയർസ് പ്രസന്റ് ആയിരിക്കുന്നതിന് നമ്മൾ ട്രൈക്കോം എന്നാണ് പറയുന്നത്. ട്രൈക്കോം ഷൂട്ട് സിസ്റ്റത്തിൽ സാധാരണ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ആയിട്ടാണ് കാണുന്നത്. കണ്ടത്, ഇതൊരു ട്രൈക്കോം ആണ് കേട്ടോ. ഇത് സ്റ്റെമ്മിന്റെ മേലെ എപ്പിഡെർമൽ സെല്ലിൽ നിന്ന് ഉള്ള എക്സ്റ്റൻഷനാണ്. പക്ഷെ എപ്പിഡെർമിസ് അല്ല എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്, അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു അപ്പൻഡേജ് ആണ് ഇത്. ഇത് മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറാണ്. പക്ഷെ റൂട്ട് ഹെയർ അങ്ങനെയല്ല. അപ്പോൾ റൂട്ട് ഹെയർ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതൊരു എപ്പിഡെർമൽ സെല്ല. ആ എപ്പിഡെർമൽ സെല്ലിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും. അതായത് ഇതാ ഇതൊരു എപ്പിഡെർമൽ സെല്ലാണ്. ഈ എപ്പിഡെർമൽ സെല്ല് ഇതാ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും കാണാം. അതൊരു ഇത്രയും ഒരു എപ്പിഡെർമൽ സെല്ലായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഈ എപ്പിഡെർമൽ സെല്ല് തന്നെയാണ് റൂട്ട് ഹെയർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. അല്ലാതെ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ അല്ല റൂട്ട് ഹെയറിന്റെ കേസിൽ. അത് ഓർത്തിരുന്നോളണം കേട്ടോ. അപ്പോൾ ഈ ട്രൈക്കോം വന്നിട്ട് മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ചിലപ്പോൾ ബ്രാഞ്ച്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺബ്രാഞ്ച്ഡ് ആയിരിക്കാം. ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിഫായിട്ടും കാണാം. ഇത് സെക്രീറ്ററി നേച്ചർ ഉള്ളതുമാണ്. ഇത് ചില സബ്സ്റ്റൻസസ് സെക്രീറ്റ് ചെയ്യുന്നതും കാണാം. ട്രൈക്കോം സാധാരണ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ട്രാൻസ്പിരേഷൻ നടന്ന് വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രൈക്കോം എന്ന് പറയുന്ന സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയൊന്ന് വായിച്ചു നോക്കാം. ദ സെൽസ് ഓഫ് എപ്പിഡെർമിസ് ബിയർ എ നമ്പർ ഓഫ് ഹെയർസ്. The root hairs are unicellular elongation of the epidermal cells and help absorb water and minerals from the soil. On the stem, the epidermal hairs are called as trichome. The trichome in the shoot system are usually multicellular. They may be branched or unbranched and soft or stiff. They may even be secretory. The trichomes help in preventing water loss due to transpiration. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റിയിട്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണ്. നെക്സ്റ്റ് നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പഠിക്കാം. ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പിഡെർമിസും വാസ്കുലാർ ബണ്ടിലും ഒഴികെ ബാക്കി എല്ലാ ടിഷ്യൂ സിസ്റ്റത്തിനെയും കൂടി കൂടിയിട്ടാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഇവിടെ ഒരു സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷനായി കാണിച്ചിട്ടുള്ളത്. സ്റ്റെമ്മിന്റെ ഇത് എപ്പിഡെർമൽ ലെയർ ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഇത്രയും ഭാഗം അതിന്റെ കോർട്ടെക്സ് ആണ്. ഇത് അതിന്റെ എൻഡോഡെർമിസ് ലെയർ ആണ്. അതേപോലെ ഇത് അതിന്റെ പെരിസൈക്കിൾ ആണ്. ഇത് അതിന്റെ ഫ്ലോയം ആണ്. ഇത് അതിന്റെ ഇൻട്രാഫെസിക്കുലർ വാസ്കുലാർ ടിഷ്യൂവിന്റെ ഇടയിൽ കാണുന്ന ക്യാമ്പിയം, അതായത് വാസ്കുലാർ ക്യാമ്പിയാണ് ഇതായി കാണുന്നത്. അതായത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ ഇടയിൽ കൂടെ കാണുന്ന ക്യാമ്പിയം ആണ് ഇതായി കാണുന്നത്. അതേപോലെ ഇത് സൈലം ആണ്. ഇതിന്റെ ഈ സെന്റർ ഭാഗം കാണുന്നത് ഈ പിത്താണ് കേട്ടോ. ഇനി ഈ സെയിം സംഗതി നമ്മളൊരു ക്രോസ് സെക്ഷൻ, ഒരു തടിയുടെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് പറയാം. ഈ കാണുന്ന പിത്താണ് ഈ സെന്ററിൽ കാണുന്ന പിത്ത്. അതേപോലെ ഈ സൈലവും ഈ ഫ്ലോയും കൂടി വരച്ചേക്കുന്നത്. ഇത് സൈലം, ഇത് ഫ്ലോയം. ഈ സൈലം, മെറ്റാസൈലം, പ്രോട്ടോസൈലം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ആട്ടെ. പക്ഷെ സൈലവും ഫ്ലോയും ഇതാന്ന് ഓർത്തിരിക്കുക. ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും പുറത്തായിട്ട് ഈ കാണുന്ന ലെയർ ഇതിന്റെ പെരിസൈക്കിളാണ്. ഈ പെരിസൈക്കിളിന്റെ പുറത്ത് കാണുന്ന ഈ പച്ച കളർ അതിന്റെ എൻഡോഡെർമിസ് ആണ്. ഇനി ഇവിടെ മുതൽ ഈ പച്ച കളർ വരെ ഇതിന്റെ രണ്ടാമത്തെ ലെയർ വരെ നമുക്ക് കോർട്ടെക്സ് എന്ന് പറയാം. ഇതിന്റെ ഏറ്റവും പുറത്തെ ലെയർ അതിന്റെ എപ്പിഡെർമിസ് ആണ്. അപ്പൊ എപ്പിഡെർമിസും കോർട്ടെക്സും അതേപോലെ പെരിസൈക്കിളും വാസ്കുലാർ ബണ്ടിലും പിത്തും മെഡുലറി റേസും. മെഡുലറി റേസ് എന്ന് പറഞ്ഞാൽ പിത്തിന്ന് ഈ വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നതാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു പിത്ത് കാണുന്നുണ്ട്. ഈ പിത്ത് പാരൻകൈമാറ്റസ് ടിഷ്യൂ ആണ് കേട്ടോ. ഇത് ഈ വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നതാണ് കേട്ടോ. വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന പിത്തിന്റെ അകത്തെ ടിഷ്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് മെഡുലറി റേസ് കേട്ടോ. അപ്പോൾ ഈ ഭാഗമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സിമ്പിൾ ടിഷ്യൂസ് സച്ച് ആസ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നീ ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. പാരൻകൈമ സെൽസ് സാധാരണയായിട്ട് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ കാണുന്നത് കോർട്ടെക്സ് റീജിയനിലും പെരിസൈക്കിളിലും പിത്തിലും മെഡുലറി റേസിലുമാണ്. കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത് എവിടെയാ? ഈ ഭാഗമാണ് കോർട്ടെക്സ് റീജിയൻ. അതേപോലെ തന്നെ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ പെരിസൈക്കിൾ റീജിയൻ. പെരിസൈക്കിളിലും കാണാം, പിത്തിൽ കാണാം, ഈ ഭാഗത്ത് കാണാം. ഈ പിത്തിന്റെ എക്സ്റ്റൻഷൻ ആണല്ലോ മെഡുലറി റേസ് എന്ന് പറയുന്നത്. പിത്ത് ഇതിന്റെ ഇടയിൽ കൂടെ കയറി വളരുന്നതിനെയാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. അപ്പൊ മെഡുലറി റേസിലും നമുക്ക് എന്താ കാണാൻ കഴിയുക? ഈ പാരൻകൈമ സെൽസ് ആണ് കാണാൻ കഴിയുക. അപ്പൊ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നീ ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്ട്രക്ചർ പ്രൈമറി സ്റ്റെമ്മിലും റൂട്ടിലും ഒക്കെയാണ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഇനി ലീവ്സിൽ ഗ്രൗണ്ട്
ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്ന തിൻ വോൾഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന മീസോഫിൽ സെൽസ് ആണ്. നമ്മൾ പറയില്ലേ സ്പോഞ്ചി പാരൻ കൈമ ആൻഡ് പാലിസൈഡ് പാരൻ കൈമ എന്നീ ടൈപ്പ് ഓഫ് പാരൻ കൈമ സെൽസ് ആണ് മീസോഫിൽ സെൽസ്, ലീവ്സിലെ മീസോഫിൽ സെൽസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീസോഫിൽ സെൽസിലാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്ന എപ്പിഡെർമിസും അതുപോലെ വാസ്കുലാർ ടിഷ്യൂ അല്ലാത്ത ബാക്കി എല്ലാ ടിഷ്യൂസിനെയും കൂടിയിട്ടാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഓൾ ടിഷ്യൂസ് എക്സെപ്റ്റ് എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലാർ ബണ്ടിൽ കൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രൗണ്ട് ടിഷ്യൂ. It consists of simple tissues such as parenchyma, collenchyma and sclerenchyma. Parenchymatous cells are usually present in cortex, pericycle, pith and medullary rays in the primary stem and root. In leaves, the ground tissue consists of thin-walled chloroplast containing cells and is called as mesophyll cells. നെക്സ്റ്റ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ടുള്ള സൈലോം ഫ്ലോയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സൈലം ഫ്ലോയും അത് രണ്ടും കൂടി ടുഗദർ നമ്മൾ പറയുന്നതാണ് വാസ്കുലാർ ബണ്ടിൽ എന്ന് കേട്ടോ. ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിന്റെ കേസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡിനസ് റൂട്ടിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ ഇടയിൽ ഒരു ക്യാമ്പിയം ഉണ്ടാവും, മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ടാവും. ആ തരത്തിലുള്ള വാസ്കുലാർ ബണ്ടിലിന്, അതായത് ക്യാമ്പിയം ഉള്ള വാസ്കുലാർ ബണ്ടിലിന് സെക്കൻഡറി സൈലോം അതുപോലെ തന്നെ ഫ്ലോയും ടിഷ്യൂസും ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് അതിന് ആ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും സെക്കൻഡറി സൈലോം സെക്കൻഡറി ഫ്ലോയോ ഉണ്ടായി അതിന്റെ ആ ഒരു നമ്പർ കൂട്ടാനുള്ള അല്ലെങ്കിൽ ആ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ എമൗണ്ട് കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ട് ക്യാമ്പിയം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സൈലത്തിനെയും ഫ്ലോയത്തിനെയും, അതായത് ക്യാമ്പിയം സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയ്ക്കുള്ളതിനെ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയുന്നത്. പക്ഷേ മോണോകോട്ടിലിഡൻസിന്റെ കേസിൽ വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയിൽ, അതായത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ ഇടയിൽ ക്യാമ്പിയം പ്രസന്റ് അല്ല. അതുകൊണ്ട് തന്നെ അതിന് സെക്കൻഡറി ടിഷ്യൂസ് ഉണ്ടാവില്ല, അതായത് സെക്കൻഡറി സൈലോ സെക്കൻഡറി ഫ്ലോയോ ഉണ്ടാവില്ല, അവർക്ക് വണ്ണം വെക്കില്ല. അതുകൊണ്ട് അതിനെ ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്, കാരണം ഇത് ഫ്ലോയും ഇത് സൈലം, ഇതിന്റെ ഇടയിൽ എന്തുണ്ട്, ക്യാമ്പിയോ ഉണ്ട്. ഇത് ഫ്ലോയും ഇത് സൈലം, ഇതിന്റെ ഇടയിൽ എന്തില്ല, ക്യാമ്പിയോ ഇല്ല. അതുകൊണ്ട് ഇത് ഓപ്പണും ഇത് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലുമാണ് കേട്ടോ. അപ്പോൾ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് ക്യാമ്പിയം സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ഇല്ലാത്തതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഒരു സൈലോം ഫ്ലോയും ഒരു വാസ്കുലാർ ബണ്ടിലിൽ കാണുന്ന സൈലോം ഫ്ലോയും ഓൾട്ടർനേറ്റ് വേയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെങ്കിൽ അത് ഡിഫറെന്റ് റേഡിയസിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് പറയാം. അത് സാധാരണയായിട്ട് റൂട്ടിലൊക്കെയാണ് കാണുന്നത്. അതിന് നമ്മൾ റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയുന്നത്. കണ്ടോ, ഇത് റൂട്ടിൽ കാണുന്ന സൈലോം ഫ്ലോയാണ് കേട്ടോ. ഇതാണ് അതിന്റെ സൈലം, ഇതാണ് അതിന്റെ ഫ്ലോയം. രണ്ട് റേഡിയസിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ദ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് റൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ദ വാസ്കുലാർ ബണ്ടിൽ. ഇനി കൺജോയിന്റ് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്ന സൈലോം ഫ്ലോയും ജോയിന്റ്ലി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് സെയിം റേഡിയസിൽ അറേഞ്ച് ചെയ്തേക്കുന്നതിനെ നമ്മൾ കൺജോയിന്റ് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇതേപോലെ സൈലോ ഇവിടെയാണെങ്കിൽ ഫ്ലോയോ ഇവിടെയായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരേ റേഡിയസിൽ തന്നെ സൈലോം ഫ്ലോയും അറേഞ്ച് ചെയ്തേക്കുന്നതിനെ കൺജോയിന്റ് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ കൺജോയിന്റ് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിലിൽ വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സൈലോം ഫ്ലോയും ഒരേ റേഡിയസിൽ തന്നെ ആയിരിക്കും കാണാം. ആ തരത്തിലുള്ള വാസ്കുലാർ ബണ്ടിൽസ് സാധാരണയായിട്ട് സ്റ്റെമ്മിലും ലീവ്സിലുമാണ് കാണുന്നത്. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽസിൽ ഫ്ലോയം ആയിരിക്കും സാധാരണ പെരിഫറിയിലേക്ക് കാണുന്നത്. അതായത് സൈലത്തിന്റെ പുറത്തായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്, സൈലം ഉള്ളിലേക്കായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇത് നോക്കിയാൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ഡയഗ്രം എടുത്തില്ലേ, അതായത് സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ, അതിനകത്ത് സൈലോം ഫ്ലോയോ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിയാൽ കൺജോയിന്റ് ആൻഡ് ഓപ്പൺ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിലാണ്. കണ്ട, ആ ഗ്രീൻ കളർ അതിന്റെ ഇടയിൽ കാണുന്നത് അതിന്റെ ക്യാമ്പിയാണ്, ഇതതിന്റെ സൈലാണ്, ഇതതിന്റെ ഫ്ലോയാണ്. ഒരേ റേഡിയസിലാണ് ഇവർ രണ്ടുപേരെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺജോയിന്റ് ഓപ്പൺ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ആർ പ്രസന്റ് ഇൻ ദ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം. ഇത് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. ഓപ്പൺ ആണ്
ആണെങ്കിൽ അത് സെക്കൻഡറി വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാക്കും. എന്നാൽ ക്ലോസ്ഡ് ആണെങ്കിൽ അവരെ സെക്കൻഡറി ടിഷ്യൂസ് ഒന്നും ഫോം ചെയ്യില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ്, ദ ഫ്ലോയം ആൻഡ് xylem. The xylem and phloem together constitute the vascular bundles. In dicotyledonous stem, cambium is present in between phloem and xylem. Such vascular bundles, because of the presence of cambium, possess the ability to form secondary xylem and phloem tissue and hence are called as open vascular bundle. In the monocotyledons, the vascular bundles have no cambium present in them. Hence, since they do not form secondary tissue, they are referred to as closed. When xylem and phloem within a vascular bundle are arranged in an alternate manner along different radii, this arrangement is called as radial. അത് സാധാരണയായിട്ട് റൂട്ടിലാണ് കാണുന്നത്, such as in root. In conjoined type of vascular bundle, the xylem and phloem are jointly situated along the same radius of vascular bundle. Such vascular bundles are common in stem and leaves. The conjoined vascular bundles usually have the phloem located only on the outer side of the xylem. കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിഷ്യൂ സിസ്റ്റം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഡൈക്കോട്ടിലിഡിനസ് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിൻ്റെയൊക്കെ അനാട്ടമിയാണ് പഠിക്കാനുള്ളത്. ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ.